ആയിട്ടില്ല. ഞാൻ എനിക്കറിയില്ലോ എങ്ങനെ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നല്ല രീതിക്ക് തുടങ്ങുക. മടിയാണ് ദാശ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തഹ റൈഹ. ഓക്കെ, കുറേ പേര് നമ്മളോട് Q&A ചെയ്യോ കമന്റിലൊക്കെ കുറേ കണ്ട്. ഫ്രണ്ട്സ്, ബാക്കിൽ നമ്മളുടെ ഫ്രണ്ട് നദാപ്പി ഇരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ബാക്കോട്ട് നോക്കുന്നത്. ആ സൗണ്ട് ആ ഒരു അശരീരിയാണത്. അതന്നെ അത് അവളുടേതാണ്. ഇങ്ങോട്ട് നീ ഇങ്ങനെ ഗ്യാപ്പ് ഇടണ്ട. ഓക്കെ, സോ അപ്പം Q&A ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് Q&A എന്താന്ന് സംഭവം അറിയില്ല. അങ്ങനെ നമ്മൾ കുറേ ഇതുവരെ ഇവക്ക് അറിയില്ല. ഓക്കെ, ഫൈൻ. സോ നമ്മള് കമന്റിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പൊ നമ്മള് കിടക്കാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ഫവാസ് റൈഹാൻ. പിന്നെ എൻ്റെ വീട് വരുന്നത് മലപ്പുറം കൊണ്ടോട്ടിയാണ്. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഡിഗ്രി BBA ആയിരുന്നു. BBA കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോഴ്സ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇന്റീരിയർ ഡിസൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ CCTV എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്ത് അവസാനം അങ്ങനെ അറിയാത്തൊരു പാസ്റ്റ് എനിക്കുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ എന്തെല്ലോ അക്കൗണ്ട്സിൻ്റെ ടാലി അതൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ എത്തിപ്പെട്ടത് ഫോട്ടോഗ്രാഫിയിലാണ്. ഫോട്ടോഗ്രാഫി ഞാൻ പഠിച്ചിട്ടുള്ളത് മുംബൈയിലായിരുന്നു. ഒരു ഷോർട്ട് ടൈം കോഴ്സായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ആൻഡ് പിന്നെ കോവിഡ് വന്നതിന് ശേഷം നാട്ടിൽ ട്രാപ്പായി. അതിനുശേഷം ഉറങ്ങല്ലേ, അതിന് ശേഷം എനിക്കിപ്പോൾ കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് കമൻറ്റിൽ വന്നിട്ട്, കാസർഗോഡാണോ വീട്? അതുപോലെ തന്നെ നമ്മൾ കാസർഗോഡ് നിന്ന് കുറേ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കലുണ്ട്, നിങ്ങളുടെ വീട് കാസർഗോഡാണോ, കാസർഗോഡ് എങ്ങനെ എത്തിയത് എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ കാസർഗോഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവള് കാസർഗോഡ് സ്റ്റേ ചെയ്യാൻ വരാറുണ്ട്, എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അതാണ് കാസർഗോഡ് നമ്മളെ വീഡിയോയിൽ കാണുന്നത്. എന്റെ പേര് തഹാനി. നീ പഠിച്ചതൊക്കെ എവിടെയൊക്കെ പറ. ഞാനെവിടെ പഠിച്ചത്? അപ്പൊ അങ്ങനെ പഠിപ്പും ഇവരൊന്നും ഇല്ല, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, അതുകൊണ്ട് അത് പറയണില്ല. ഇല്ല, ഞാൻ നഴ്സിംഗ് കംപ്ലീറ്റഡ് ആണ്. കാലിക്കറ്റ് നാഷണൽ ഹോസ്പിറ്റലായിരുന്നു അവള് നഴ്സിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്ക് 22 years ആയി. 22 years എന്ത് വെറുതെ ചുമ്മാ. എന്റെ ഏജ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഏജ് 29 ആണ് ഇപ്പൊ ഞാൻ 22. പിന്നെ എന്റെ വീട് കോഴിക്കോട് നല്ലളം. മതി. ഇനി അടുത്തത് ക്വാളിഫിക്കേഷൻ. ജോബ് പറഞ്ഞു. ഇനി നമുക്ക് ജോബില് ഞാൻ നഴ്സിംഗ് ആണ് എടുത്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ പോസ്റ്റ് BSc ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കറന്റ്ലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ ഫാമിലിയിലെ ഉപ്പ ഉമ്മ 2 brothers ആൻഡ് ഒരു ബ്രദറിന്റെ വൈഫ്, അവൻ്റെ കൊച്ചുമകൻ അലൻ ഈസ. പിന്നെ ഇപ്പോ ഇതാ പുതിയതായിട്ട് ആഡ് ചെയ്ത തങ്കമ്മ. ഓക്കെ, എൻ്റെ വീട്ടില് ഞാന്, ഉമ്മ, എനിക്ക് 2 താത്തമാരാണ്. പിന്നെ താത്തമാരെ മക്കളും ഹസ്ബൻഡും. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നാട് എവിടെയാണ് പറഞ്ഞില്ലേ? കൊണ്ടോട്ടി, മലപ്പുറം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നല്ലളം. വെഡിങ് ഡ്രസ് കുറേ കമന്റ് വരുന്നുണ്ട്, അതൊക്കെ എവിടുന്ന് വാങ്ങിയത്, അതിന്റെ പ്രൈസ് എത്രയാന്നൊക്കെ. സോ നിങ്ങൾക്കത് തഹാനി മാഡം പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് എൻ്റെ എൻഗേജ്മെന്റിന്റെ ഒരു ഗ്രീൻ ലെഹങ്ക ഔട്ട്ഫിറ്റ് ആണ്. അത് നമ്മൾ കാലിക്കറ്റ് കസവ് കേന്ദ്രയിൽ നിന്നാണ് എടുത്തത്. 3000 or 4000 ആ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. വെഡിങ്ങിൽ രംഗോലീൻ്റെ ഒരു ഓറഞ്ച് ഔട്ട്ഫിറ്റ്. ആ ഔട്ട്ഫിറ്റ് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ മൊത്തത്തിൽ എത്രയായി പ്രൈസ് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെന്താ, അരിക്കുത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഞാനിങ്ങനെ റെന്റിൽ എടുത്തതാണ്. നമ്മളെ നടക്കാവ് ഒരു ഷോപ്പിൽ നിന്ന് റെന്റിൽ എടുത്തതാണ്. സംഗീത നൈറ്റിൻ്റെ ഗൗൺ, ഒരു റെഡ് ഗൗണ്
സിൽക്ക് മന്ത്രിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നിക്കാഹിൻ്റെ മെയിൻ ഡേ ഔട്ട്ഫിറ്റ് ഒരു പാകിസ്ഥാനി ഷറാറ ടൈപ്പാണ്. അത് ഷിബ നമ്മളെ ഷിബ മേക്ക് ഓവറൊക്കെ ചെയ്യണം അവരെനിക്ക് ഡിസൈൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കാലിക്കറ്റ് പുതിയത് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ചെയ്യിപ്പിച്ചത്. പിന്നെ പ്രൈസ് പറയണ്ടേ? അതിൻ്റെ പ്രൈസ് അറൗണ്ട് 30 ആണ് വരുന്നത്. പിന്നെ വെഡ്ഡിങ് ഡ്രസ്സ് ഇവരുടെ സൈഡിൽ നിന്ന് എടുത്തത് ശോഭിക, എല്ലാം കാലിക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശോഭിക അതും 30. ആഫ്റ്റർ മാരീഡ് ലൈഫ് എങ്ങനെ പോകുന്നു? തട്ടിമുട്ടിയൊക്കെ പോണ്, നന്നായിട്ട് പോകുന്നു. അടിയൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ നോർമൽ അടികൾ, കുഞ്ഞു കുഞ്ഞു അടികൾ. പിന്നെ ആർക്കാണ് ദേഷ്യം കൂടുതൽ? നമ്മൾ രണ്ടാളിലും ദേഷ്യം കൂടുതൽ ആർക്കായിരിക്കും? ആർക്കാ ദേഷ്യം കൂടുതൽ? അത് കഴിഞ്ഞു, ഞാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ദേഷ്യം കൂടുതൽ എനിക്കാണ്. ഇവിടെ ഇങ്ങനെ സമ്മതിച്ചു തരാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് കൂട്ടുകാരെ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. ദേഷ്യം എന്നൊക്കെ പറഞ്ഞാ പക്ഷെ ഞാന് വേഗം റെഡി ആവുന്നാണ് എനിക്ക് തോന്നണത്. ആരാണ് എക്സ്ട്രോവേർട്ട്, ആരാണ് ഇൻട്രോവേർട്ട്? എക്സ്ട്രോവേർട്ടും ആംബിവേർട്ടും. ഇവര് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്, എല്ലാരോടും ഭയങ്കര ഇതാണ്. ഞാൻ എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല, സെൻട്രലാണുള്ള. ആദ്യം കമ്പനി ആവാൻ കുറച്ച് പണിയാണ്, അത് കഴിഞ്ഞാൽ ഞാൻ മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ഏറ്റവും കൂടുതൽ ഒരു ആസ്മി ക്വസ്റ്റ്യൻ ഇടുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? സർപ്രൈസ് ആണ്. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോയില് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ നദ. ഹായ് ഗൈസ്, ഇതിപ്പോ ഭയങ്കര കുറഞ്ഞു പോയില്ലേ? കുറഞ്ഞു പോയി, അത് പ്രശ്നമില്ല. വലിയ ലെങ്ത് ആയി കഴിഞ്ഞാൽ ഒരു Q&A അല്ല സത്യത്തില്. ഇതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊരു Q&A അല്ല എന്നുള്ളത്. പറഞ്ഞു വന്നപ്പോ മനസ്സിലായത് ഇതൊരു Q&A അല്ല, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു ചെറിയൊരു വീഡിയോ, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ലാസ്റ്റ് ആണ് കൊടുക്കുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അത് തുടങ്ങാം അല്ലേ? ബട്ട് നമുക്ക് Q&A എന്നുള്ളത് ഇട്ടാണെങ്കിൽ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 താങ്ക്സ്, നന്ദി, വണക്കം അല്ലേ. ബൈ ബൈ പറ.